ബിഗ് ബോസ് മലയാളത്തിൽ പി ആറുകൾ ഇത്രയധികം എക്സ്പോസ്ഡ് ആയ വേറൊരു സീസൺ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ സീസണിലും എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ സീസണിൽ അങ്ങനെ പി ആർ ഉണ്ടാവില്ല, രണ്ടാമത്തെ സീസണിൽ ചെറിയ രീതിയിൽ പി ആർ ഉണ്ടാവും. അങ്ങനെ ഗ്രാജ്വലി ഓരോ സീസൺ കഴിയുന്നതോറും പി ആറുകളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സീസണിലാണ് ശരിക്കും ആരുടെ പി ആർ ആണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അത് എക്സ്പോസ്ഡ് ആയത്. നമ്മുടെ വിഷയം ഇന്ന് പി ആറുകളല്ല. ശരിക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് പി ആറുകളുടെ സംസാരങ്ങളും പി ആറുകളെ കുറിച്ചും, ഹൗസിന് പുറത്താണെങ്കിൽ ചാനലുകളിലാണെങ്കിലും പി ആറുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ വിഷയം ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡിലെ കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് മസ്താനി ബിൻസി ഒരു ഫൈറ്റ്, ചെറിയ രീതിയിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലല്ല, അത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ പോയി. മസ്താനിക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാതായി പോയൊരു ഫൈറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ അക്ബറിൻ്റെ ഒരു കരച്ചിൽ നാടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു കരച്ചിലുണ്ടായിരുന്നു. പിന്നെ ആദിലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ലൈവിൽ നടന്ന ഒരു ചെറിയ വിഷയവും കൂടി സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നലത്തെ ഫൈറ്റാണ്. കുറേ ഫൈറ്റുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് മെയിനായൊരു ഫൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബിൻസിയും മസ്താനിയും തമ്മിലുള്ള ഫൈറ്റാണ്. ഈ ഫൈറ്റ് കണ്ട സമയത്ത്, ആ ഒരു വാക്ക് തർക്കമൊക്കെ കണ്ട സമയത്ത് ഇത് എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ആദ്യം ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മസ്താനി ബിൻസി എവിക്റ്റായ സമയത്ത് ഒരു ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ചാനലിൽ, മസ്താനി വർക്ക് ചെയ്തിരുന്ന ചാനലിൽ. അപ്പോൾ ആ ഇന്റർവ്യൂവിനകത്ത് ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ആ ഒരു കോംബോയെ കുറിച്ച്, ആ തുടങ്ങി വന്നൊരു കോംബോ, ആ കോംബോയെ കുറിച്ചൊക്കെ മസ്താനി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മസ്താനി ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് പുറത്ത് സംസാര വിഷയമായേക്കാവുന്ന ചോദ്യങ്ങളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ബിൻസിക്ക് കുറേയധികം കമൻറ്റുകളിലൂടെയൊക്കെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നു എന്നും മനസ്സിലാക്കുന്നു. അതിനൊരു ദേഷ്യം മസ്താനോട് ബിൻസിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ സംസാരിച്ച് തീർക്കാൻ വേണ്ടിയാണ് ശരിക്കും ഈ റീ എൻട്രി ചെയ്ത ആൾക്കാരൊക്കെ ഇപ്രാവശ്യം ശ്രമിച്ചത്. പക്ഷേ പലതും അങ്ങോട്ട് നനഞ്ഞ പടക്കമായി പോയി എന്ന് മാത്രം. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശൈത്യ എന്ന് പറയുന്നത്. ശൈത്യ ശരിക്കും അനുമോളുമായിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ അനുമോളുമായിട്ടുള്ള പിണക്കങ്ങൾ തീർക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് അനുമോളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ ശൈത്യയുടെ റിയൽ ക്യാരക്ടറാണ് എക്സ്പോസ്ഡ് ആയത്. ഈ ഒരു ഫൈറ്റിൽ, ഇപ്പം ബിൻസി മസ്താനി തമ്മിലുള്ള ഫൈറ്റിൽ മസ്താനി ഒരു ആവശ്യവുമില്ലാതെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മസ്താനിക്ക് വായടഞ്ഞു പോയി. കാരണം ബിൻസി അവിടെ നല്ല രീതിയിൽ സ്കോർ ചെയ്തു. ആ സ്കോർ ചെയ്യാനുള്ള കാരണം മസ്താനിക്ക് ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ഹെയ്റ്റ് ഉണ്ട്. അതായത് അപ്പാനി എവിക്റ്റായ സമയത്ത് ആ ആർപ്പ് വിളിച്ച് ഭയങ്കരമായിട്ട് ചാടിത്തുള്ളി നടന്നതിന്റെ പേരിൽ ഒരു നല്ല രീതിയിൽ ഹെയ്റ്റ് ഉണ്ട്. അതിന്റെ ദേഷ്യം അപ്പാനിക്കും മനസ്സിനകത്തുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഈ സീസണിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും എത്രയൊക്കെ ഇവരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിലും വൈരാഗ്യവും ദേഷ്യവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനകത്ത് ഇന്നലെ ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഫൈനൽ 7 കണ്ടസ്റ്റൻസ് അങ്ങനെ എഴുന്നേറ്റുന്ന സമയത്ത് ബിൻസിയുടെ ഒരു നോട്ടം കാണണം, അനുമോളെ നോക്കിയൊരു നോട്ടം. അതായത് ആ നോട്ടത്തിൽ അനുമോൾ അങ്ങ് ദഹിച്ചു പോകും. അമ്മാതിരി ദേഷ്യമാണ് അനുമോളോട് ബിൻസിക്കുള്ളത്. അത് ബിൻസി കാര്യം മനസ്സിലാക്കാത്തതാണ്. കാരണം ബിൻസി അപ്പാനി വിഷയം ഹൗസിനകത്ത് ചർച്ചയാക്കിയത് അനു അല്ല, അത് ശൈത്യയാണ്. ശൈത്യ ചെയ്തൊരു തെണ്ടിത്തരം എന്ന് പറയുന്നത്, ശൈത്യ, അനുമോൾ, ആദില, നൂറ, ഷാനവാസ് ഇവർ ഒരുമിച്ചിരുന്ന സമയത്താണ് ശൈത്യ അത് സംസാരിക്കുന്നത്. ശൈത്യ സംസാരിച്ച സമയത്ത് അനുമോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഞാൻ ഇന്നലെ സംസാരിച്ച വീഡിയോക്കകത്തതുകൊണ്ട് അനുമോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. നൂറയും ആദിലേക്കാണ് അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ട് ഇതേ ശൈത്യ അപ്പാനിയോടും ബിൻസിയോടും പോയി പറഞ്ഞു, നിങ്ങളെക്കുറിച്ചൊരു ടോക്ക് ഇവിടെ നടക്കുന്നുണ്ട്, അനുമോൾ എല്ലാവരോടും പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നൊരു രീതിയിലാണ് ശൈത്യ അവതരിപ്പിച്ചത്. ദ റിയൽ കട്ടപ്പ ഓർ കാളക്കൂട വിഷം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു വിഷയത്തെ ചൊല്ലിയാണ് മസ്താനിയും ബിൻസിയും തമ്മിലുള്ള സംസാരം ഉണ്ടായതും. അതിനകത്ത് മസ്താനി ഒരു ആവശ്യമില്ലാത്തൊരു വാക്ക് പറഞ്ഞു. അതായത് നീ എവിക്റ്റ് ആയത് ചാച്ചൻ്റെ വണ്ടിയിലല്ലേ കയറി പോയതെന്നൊക്കെ പറഞ്ഞിട്ടൊരു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലാന്ന് തോന്നി. അതിന് ശേഷം ബിൻസി ഇങ്ങോട്ട് ചാടിത്തുള്ളി വന്നിട്ട് മസ്താനിയുടെ തന്തയ്ക്ക് വിളിച്ചില്ല എന്ന രീതിക്ക് വരെ സംസാരിച്ചു പോയി. നല്ല അച്ഛനുണ്ടാവാത്തതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതാണ് ഒരു ഫൈറ്റ് ഇന്നലെ നടന്നത്. പിന്നെ എന്ന് പറയുന്നത് ഈ അപ്പാനിയുടെ ഡബിൾ സ്റ്റാൻഡ്. അപ്പാനി അനുമോൾ മാത്രമുള്ള സമയത്ത് അനുമോളുടെ അടുത്ത് വന്നിട്ട് അനുമോളോട് കോംപ്രമൈസ് വേണ്ടി ശ്രമിക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാനിക്ക് അറിയാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ മീഡിയ പല ചോദ്യങ്ങളും ചോദിക്കും, അതിന് ഉത്തരം പറയണം. അതായത് ഇപ്പം ബിഗ് ബോസിന്റെ ഫൈനൽ കഴിയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പുറത്ത് വരണമല്ലോ. അപ്പോൾ അപ്പാനിയോടും എന്തായാലും മീഡിയ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയണം. എന്തിനു വേണ്ടി അകത്ത് പോയി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ ചോദ്യങ്ങൾ വരാം, അതിന് ഉത്തരം പറയണം. 2, അനുമോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുക്കും. ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഈ മീഡിയാസ് ഈ ചോദ്യങ്ങൾ ചോദിക്കും. ബിൻസി അപ്പാനി തമ്മിലുള്ള കോംബോയെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ ചോദിക്കും. അതിന് അനുമോള് മറുപടി പറയും. അത് എങ്ങനെ പറയും എന്ന് അപ്പാനിക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ആ സംസാരിച്ച സമയത്ത് അപ്പാനി അനുമോളോട് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഈ വിഷയം ഇവിടെ വിടണം, ഇവിടെ വിട്ടിട്ട് പോകണം, വേറെ എവിടെയും സംസാരിക്കരുത്, ദയവേത് സംസാരിക്കരുത്, പ്ലീസിങ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് സംസാരിക്കേണ്ടായത്. പക്ഷേ ഇതേ അപ്പാനി ബിൻസിയുടെ മുന്നിൽ വെച്ചിട്ട് നേരെ പ്ലേറ്റ് മാറുകയാണ്.
അവിടെ അനുമോളെ കുറ്റം പറയുകയാണ്. ഇതെന്ത് സ്റ്റാൻഡാണ്? ഞാൻ ആദ്യം വിചാരിച്ചു, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ, അതായത് ഈ റീ എൻട്രിയുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്പമെങ്കിലും സ്റ്റാൻഡേർഡായിട്ട് ഹൗസിനകത്ത് റീ എൻട്രി ചെയ്ത ആൾക്കാരിൽ പെരുമാറുന്നത് അപ്പാനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാടെ തെറ്റിച്ചു. തൊട്ടടുത്ത ദിവസം മുതൽ അപ്പാനിയുടെ സ്റ്റാൻഡ് മാറുകയാണ്. അപ്പാനിയും പോയത് അനുമോളെ ഫോക്കസ് ചെയ്ത് തന്നെയാണ്. പല ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് അനുമോളെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ഞാൻ അനുമോളെക്കുറിച്ച് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല, ഞാൻ ആരെയും ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് ആ ഒരു വ്യക്തി, അനുമോൾ എന്ന് പറയുന്ന വ്യക്തി, ആ ഹൗസിൽ നേരിടുന്ന മെൻ്റൽ ടോർച്ചറിങ് ഒരാളിൽ നിന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ജാസ്മിൻ ജാഫർ കുറേ അധികം ടോർച്ചറിങ് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ജിൻഡോ അല്ലെങ്കിൽ ജിൻഡോയിൽ നിന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും അനുമോളെ പാടെ ആക്രമിക്കുകയാണ്. അതിന് കാരണം അനുമോളുടെ ഫാൻ ബേസ് തന്നെയാണ്. പിന്നെ പി ആറിൻ്റെ വിഷയം, അവിടെ പി ആർ ഇല്ലാത്ത ഒരാളുമില്ല, എല്ലാവർക്കും പി ആർ ഉണ്ട്. അക്ബറിനുണ്ട്, അപ്പാനിക്കുണ്ടായിരുന്നു, എല്ലാവർക്കും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, ആദില നൂറ, എല്ലാവർക്കും പി ആർ ഉണ്ട്. പി ആർ ഇല്ലാതെ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ഒരു പൂച്ചക്കുട്ടിക്ക് പോലും അറിയാം ഇന്നത്തെ കാലത്ത്. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ വിഷയം മാത്രമല്ല പ്രശ്നം. അനുമോൾ കപ്പടിക്കും, പിന്നെ പി ആർ ഉണ്ടെന്ന് വെച്ചിട്ട് കപ്പടിക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലെ പി ആർ ഉണ്ടെന്ന് വെച്ച് 100 ദിവസം നിൽക്കാൻ പറ്റും നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശൈത്യയൊക്കെ നിന്ന് പോയേനെ. ശൈത്യ നിന്നത് 36 ദിവസമാണ്. ഈ 36 ദിവസവും പി ആറിൻ്റെ ബലത്തിൽ തന്നെയാണ് നിന്നത്. വോട്ട് വരെ മറിച്ചാണ് അവിടെ നിന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ കഥയൊന്നുമില്ല. പി ആർ ഉണ്ടെങ്കിൽ ജയിക്കും എന്നൊന്നും ഇല്ല. അങ്ങനെ പി ആർ ഇല്ല എന്ന് വാദിക്കുന്ന, അല്ലെങ്കിൽ പി ആർ കുറച്ചേ ഉള്ളൂ എന്ന് വാദിക്കുന്ന അക്ബർ പോലും ഇന്നലെ എങ്ങനെ അറിഞ്ഞു അക്ബറിൻ്റെ വൈഫിന് സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്? ഇനി ആരെ സൈബർ ബുള്ളിങ് നേരിടുന്നു? അതും അനുമോളുടെ പി ആർ ആണോ? വേറെ ആർക്കും പി ആർ ഇല്ലേ? അനീഷിന് പി ആർ ഇല്ലേ? ആദിലയ്ക്ക് നൂറയ്ക്ക് പി ആർ ഇല്ലേ? നെവിന് മാത്രമാണ്, എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ നെവിന് മാത്രമാണ് അവിടെ പി ആർ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാത്തത്. അത് നെവിൻ്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. കാരണം പി ആർ ഇല്ലാതിരുന്നിട്ട് പോലും നെവിൻ ഇവിടം വരെ എത്തി എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ്. ശരിക്കും ഡിസേർവിംഗ് ആയ 2 പേരെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്നലെ വരെ പറഞ്ഞിരുന്നു അനീഷും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് അനീഷിനെ ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം പക്ക ഫേക്ക് ഗെയിമർ, കോമണറാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഹൗസിൽ ജെന്യൂനായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ക ഫേക്ക് ഗെയിമറാണ് അനീഷ്. വിത്ത് പ്രൂഫ് ഞാൻ തരാം. ഞാൻ ചോദിച്ചോട്ടെ, അനീഷ് അനുമോളോട് ഇഷ്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അനീഷ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു ഇഷ്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ജെന്യൂൻ ആയിട്ട് തോന്നുന്നില്ല. ഇനി ജെന്യൂൻ ആണെങ്കിൽ ഇവർ ഒരുമിച്ചാൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് വരട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പക്ക ഗെയിമാണെന്ന് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അനീഷിനെ തെളിയിച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, നിങ്ങളൊരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്. അയാൾ ആ ഇഷ്ടം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ റിജക്റ്റ് ചെയ്തു. നിങ്ങളുടെ ഉള്ളിലൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാളൊരു അപകടത്തിൽ പെടുവാണെങ്കിൽ നിങ്ങൾ അയാളെ സഹായിക്കാൻ ചെല്ലില്ലേ? എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. ഇവിടെ അനീഷ് അനുമോളോട് ഇഷ്ടം പറഞ്ഞു. അത് അനുമോളുടെ സാഹചര്യവശാൽ അത് നോ പറഞ്ഞു. അനീഷേട്ടനെ ഞാനൊരു ബ്രദറായിട്ടാണ് കണ്ടേക്കുന്നത് എന്ന് പറഞ്ഞു. അനീഷിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തരിമ്പ് സ്നേഹമെങ്കിലും ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ, അതിൻ്റെ ഇഷ്ടം പറയുന്നതിൻ്റെ തലേ ദിവസം വരെ അനുമോൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന, ചെറിയ വിഷയങ്ങൾക്ക് പോലും അനുമോൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന അനീഷ് ഇത്രയധികം ആൾക്കാർ കയറി വന്ന് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ അറ്റാക്ക് ചെയ്തപ്പോൾ, എന്ത് കാര്യത്തിൻ്റെ പേരിലായിക്കോട്ടെ, അനുമോൾ ചെയ്ത കാര്യത്തിനായിക്കോട്ടെ ചെയ്യാത്ത കാര്യത്തിനായിക്കോട്ടെ, അനുമോൾ ഒരു പുണ്യവതിയാണെന്നോ അല്ലെങ്കിൽ അനുമോൾ ഒരു നല്ല വ്യക്തിയാണെന്നോ നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാനത് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അനുമോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അറ്റാക്കിങ് അല്ലെങ്കിൽ ഈ ഒരു ടോർച്ചറിങ് അത്രമാത്രം ടോർച്ചർ നേരിടേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അനുമോൾ ചെയ്ത അതേ മിസ്റ്റേക്കുകൾ അവിടെ പല കണ്ടസ്റ്റൻസും ചെയ്തിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത ടോർച്ചറിങ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ആർക്കും നേരെ വരാത്ത ടോർച്ചറിങ് ആണ് അനുമോൾക്ക് നേരെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതിന് നിങ്ങൾ അനുമോളുടെ പി ആർ അല്ലേ അല്ലെങ്കിൽ മറ്റേ ആളുടെ പി ആർ അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനത് സമ്മതിച്ചു തരും. ഞാൻ പി ആർ ആണെന്ന് സമ്മതിച്ചു തരും. അനുമോൾക്ക് വേണ്ടി എൻ്റെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര മാത്രം ആൾക്കാരാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ വീട്ടമ്മമാരാണ്, കൂടുതലും സ്ത്രീകളാണ്. ഏറ്റവും കൂടുതലും കമൻറ്റ് ചെയ്ത സ്ത്രീകളാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അത്രമാത്രം വീട്ടമ്മമാർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര്. സാധാരണ അനുമോളെ ഈ പറയുന്ന പോലെ അനുമോളുടെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പം കുറേ അധികം ഹെയ്റ്റ് കമൻറ്റ് വരാറുണ്ട്. കുറേ അധികം പേര് ചോദിക്കും, നീ പി ആർ, അനുമോളുടെ പി ആർ സ്പോട്ടഡ്, അനുമോളുടെ പി ആർ അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനത് അംഗീകരിക്കാറുമുണ്ട്. ശരി, സമ്മതിച്ചു, പോട്ടെ. പക്ഷേ കാണുന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബിൻസി മസ്താനി തമ്മിലുള്ള ഇഷ്യൂവിൽ എനിക്ക് മസ്താനിയുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നിയില്ല. കാര്യം മസ്താനി ആ ഒരു ചാച്ചൻ്റെ വണ്ടിയിലല്ലേ കയറിപ്പോയത് എന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ മസ്താനി ചെന്ന് കയറിയത് നിലവിലുണ്ടായിരുന്ന ഹെയ്റ്റ് മാറ്റാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് പിന്നെയും വായി തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് വെറുതെ ഏറെ കയറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇവിടെ അനീഷ് എന്തുകൊണ്ട് അനുമോൾക്ക് വേണ്ടി പിന്നെ സംസാരിച്ചില്ല? അനുമോൾ അനീഷിൻ്റെ പ്രണയം നിരസിച്ചതിന് ശേഷം
ഒരു വാക്ക് ഒരിക്കൽ പോലും അനീഷ് അനുമോൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രണയത്തിൽ എന്ത് ജെന്യൂനിറ്റിയാണ് ഉള്ളത്? അനീഷിന്റെ ഫാൻസ് ഒരുപാട് പേര് പറയുന്നതായിരുന്നു അനീഷ് ഏട്ടൻ ജെന്യൂൻ ആണ്, അനുമോൾക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് എന്തായിരുന്നു കുഴപ്പം എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. പക്ഷെ അത് ജെന്യൂൻ അല്ല എന്ന് വളരെ വ്യക്തമാണ്. അത് ജെന്യൂൻ അല്ല എന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അനീഷിന്റെ ഫ്രെയിമിനെ കാണുന്നില്ല, പലപ്പോഴും കാണുന്നില്ല. പക്ഷേ അനീഷ് അനുമോൾക്ക് നേരെ വരുന്ന ഹെയ്റ്റ്, അതെങ്കിൽ ഈ കണ്ടസ്റ്റൻസിന് പോലും അനുമോൾക്ക് നേരെ ഒരു ഹെയ്റ്റ് വരാൻ ഒരു കാരണക്കാരൻ അനീഷും കൂടിയാണ്. അത് അനീഷിന്റെ ഗെയിമാണ്. ആ ഗെയിമിൽ അനീഷ് സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇനി മറ്റൊരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ശൈത്യയോട് ആദില പറയുന്നുണ്ടായിരുന്നു അനുമോളുടെ PR-നെ കുറിച്ച് ആദിലയ്ക്ക് അറിയാമായിരുന്നു. ആദിലയുടെ മിഡ് വീക്ക് എവിക്ഷൻ ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് അനുമോള് ആദിലയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂല് എഴുതി കൊടുത്തു. ഈ എഴുതി കൊടുക്കാൻ പേന ഉണ്ടായിരുന്നു ഇവരുടെ ഇടയിൽ. പേനയൊന്നും ബിഗ് ബോസ് കൊടുക്കത്തില്ലല്ലോ, കൊടുക്കും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് അനുമോളുടെ നിലവിലുള്ള PR-ൻ്റെ നമ്പർ, PR ആണോ ORM ആണോ ഒന്നും എനിക്കറിയത്തില്ല, ആളുടെ നമ്പർ ആദിലയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു എന്ന് അനുമോൾക്ക് അക്ബറിന് അവിടെ അകത്ത് പിടിപാടുണ്ട്, അതുകൊണ്ടാണ് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഷോ അല്ലെങ്കിൽ വീക്കെൻഡിൽ ലാലേട്ടനൊക്കെ ശ്രമിക്കുന്നത്, ഇത് PR-നെ വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നൂറയ്ക്ക് കൂടുതൽ കാലം ഇവിടെ നിൽക്കണമെങ്കിൽ അയാളെ നൂറയുടെ PR ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയോട് സംസാരിച്ചു എന്ന് ആദില പറയുന്നു. എനിക്കവിടെ എൻ്റെ ഒരു സംശയമാണ്. കാരണം ഇവർ സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയുക. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് അക്ബറിൻ്റെ PR ഈ വിനു എടുക്കാത്തതിന് കാരണമായിട്ട് വിനു പറയുന്നത് അവിടെ അകത്ത് ഷോ ഡയറക്ടർ എന്ന് പറയുന്നത് അക്ബറിൻ്റെ ഫ്രണ്ടാണ്. സോ അതുകൊണ്ടാണ് അക്ബറിൻ്റെ PR വിനു എടുക്കാത്തതെന്ന് പറഞ്ഞു. അതിന് റീസണായിട്ട് പറയുന്നത് അക്ബർ ഇൻ കേസ് ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് PR-ന് കിട്ടില്ല, ഷോ ഡയറക്ടർക്ക് പോകത്തുള്ളൂ. നാട്ടുകാർ പറയില്ലേ ആ അക്ബറിൻ്റെ സുഹൃത്ത് ഷോ ഡയറക്ടർ ആയതുകൊണ്ടാണ് അക്ബർ ജയിച്ചതെന്ന് പറയില്ലേ, ഒരിക്കലും PR-ന് കിട്ടില്ല, അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അക്ബറിൻ്റെ സുഹൃത്ത് ഷോ ഡയറക്ടർ ആണെന്ന് ഈ പറയുന്ന വിനുവിന് അറിയാമെങ്കിൽ അനു അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? വിനു അത്ര തലയ്ക്ക് ആൾ താമസമില്ലാത്ത ആളാണോ? അപ്പോൾ അതിൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് എന്തോ ഒരു കല്ലുകടി തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് പറഞ്ഞു തരിക, കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. അപ്പോൾ ഈ വിഷയം ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ശൈത്യയുടെ ഡ്രാമ കാണുന്നു. ഒയ്യോ അങ്ങനെ ഉണ്ടായോ? ആദില പറയുന്നുണ്ട് ആര്യനെ അനുമോള് ഞരമ്പൻ എന്ന് വിളിച്ചു. അത് പറയുന്നത് ആര്യനും അനുമോളുമായിട്ട് സംസാരിക്കുന്നത് ആദില കണ്ടു, ചിരിച്ച് തമാശ പറഞ്ഞു. അതായത് അനുമോള് ആര്യനോട് പറയണ്ടായിരുന്നു എൻ്റെ പഴയ ക്രഷല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപേണ പറയുന്നുണ്ടായിരുന്നു. അത് തമാശയാണെന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തൊരു പറയും അത് അവളുടെ സ്ട്രാറ്റജി ആണെന്നൊക്കെ പറഞ്ഞ് തള്ളിവിടും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് അതിൽ പറയുന്നത് എങ്ങനെ ആര്യന് അനുമോളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നു, അനുമോൾ ആര്യനെ കുറിച്ച് ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. ഒയ്യോ അങ്ങനെ പറഞ്ഞോ? അതായത് 500 രൂപയ്ക്ക് 5000 രൂപയുടെ എക്സ്പ്രഷൻ ഇട്ട് ശൈത്യം അങ്ങോട്ട് മെഴുകുകയായിരുന്നു. ഇതേ കാര്യം അപ്പാനിയോടും അക്ബറിനോടും ആദില സംസാരിച്ചു. അപ്പോൾ ഉടനെ രണ്ടുപേരും അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് നീ ഇത് പുറത്ത് പറയണം, പുറത്ത് പറഞ്ഞേ പറ്റൂ. ഇതിനിടയ്ക്ക് അപ്പുറത്തിരുന്നൊരു നാരദൻ അല്ലെങ്കിൽ ശകുനി പറയുന്നുണ്ട്, സരിക പറയുന്നുണ്ട്, ഇത് ഉറപ്പായിട്ട് നീ പറയണം, ഇവിടെയുള്ള 26 പേരെങ്കിലും അറിയണം, പുറത്ത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെയുള്ള 26 പേരെങ്കിലും അറിയണം. എന്താ അവിടെ ക്യാമറ ഇല്ലേ, മൈക്കില്ലേ പുറത്തറിയാതിരിക്കാനായിട്ട്? അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദിൽ തന്നെ ഇവരങ്ങോട്ട് തള്ളിവിടുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. ഇത് പറഞ്ഞ പാടെ ഇവരെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു. ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് എല്ലാവരെയും നിരത്തിയിരുത്തി, 26 പേരെ നിരത്തിയിരുത്തിയിട്ട് ആ 7 പേരൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഫൈനൽ 7 ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ബിഗ് ബോസ് 2 ദിവസം എടുത്ത് വാർണിംഗ് കൊടുക്കാനായിട്ട്. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല, പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടൊരു വാർണിംഗ് കൊടുത്തത് ഇന്നലെയായിരുന്നു. ഇന്നലെ വരെ ബിഗ് ബോസ് വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സരികനെയും വേറെ ശാരികനെയൊക്കെ ഒന്ന് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞെന്ന് മനസ്സിലായതിനു ശേഷം ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഇവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നേക്കുന്നത്, അല്ലാണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല, അവരെ തളർത്താൻ വേണ്ടിയല്ല. അതുകൊണ്ട് നിങ്ങൾ എൻകറേജ് ചെയ്താൽ മതി, പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യണ്ട. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു വ്യക്തിയെ എല്ലാവരും കൂടി തേജോവധം ചെയ്തപ്പെടുന്ന ബിഗ് ബോസിന് ബോധോദയം വന്നില്ല. ഇത് എല്ലാം കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസിനെ ഉണർന്നത്. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അങ്ങനെ ആരെങ്കിലും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ബാഗ് കൊടുത്ത് പുറത്തേക്ക് വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എന്നിട്ട് അനൗൺസ് ചെയ്തു, ഇവരോട് പറഞ്ഞു, കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു, നിങ്ങളാണ് ഫൈനൽ 7. സോ നിങ്ങൾ അതിൻ്റെ ഒരു പക്വത കാണിക്കണം, പുറത്തുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും, അതൊന്നും നിങ്ങൾ വീണ് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അവരെയും വാൺ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആദില മറന്നുപോയി. ഏതാ അപ്പാനിക്കും അക്ബറിനും കൊടുത്ത വാക്ക് ആദില അങ്ങ് മറന്നുപോയി. നേരെ ഷാനവാസിന് കാര്യം മനസ്സിലായി. ഷാനവാസിന് കപ്പ് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഷാനവാസ് കഴിഞ്ഞ ആഴ്ച ഫുള്ള് ന്യൂട്രലായിട്ട് എവിടെയും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നൈസായിട്ട് അങ്ങ് പോവുകയാണ്. കാരണം എന്തായാലും 100 ദിവസം നിൽക്കുമല്ലോ. അപ്പോൾ കപ്പ് കിട്ടില്ല എന്നുള്ള ബോധ്യവും വന്നു. പോകുന്ന പോലെ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പിടിക്കുകയാണ്. ഷാനവാസ് നേരെ ആദിലേനെയും
നൂറേനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ ഗെയിമായിട്ട് എല്ലാം കണ്ടു, ഇനി അങ്ങോട്ട് ഗെയിമിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു, ഇനി ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് എല്ലാവരോടും മിങ്കിൾ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. അത് ഉദ്ദേശിച്ചത് അനുമോളെയാണ്. അനുമോളും ആദില നൂറും തമ്മിൽ ഇപ്പോൾ മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി ഷാനവാസ് തന്നെ അനുമോളെ വിളിച്ചു. എനിക്കത് നല്ലൊരു മൂവായിട്ട് തോന്നിയിരുന്നു ഇന്നലെ കണ്ടപ്പോൾ. അനുമോൾ വന്നു, ഷാനവാസ് വിളിച്ചപ്പോൾ അനുമോളുടെ കാര്യം പറഞ്ഞു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നൊക്കെ പറഞ്ഞു. അനുമോൾ എഴുന്നേറ്റ് വന്നിട്ട് രണ്ടുപേരെയും ഹഗ് ചെയ്തു. ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതോടെ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ലൈവ് കണ്ടപ്പോൾ ഇവർക്ക് കൊടുത്ത ഒരു ടാസ്ക് ഉണ്ട്, മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരും വന്നിട്ട് താങ്ക്സ് പറയാനുള്ള ഒരു വ്യക്തി, അവർക്ക് സോറി പറയാനുള്ള ഒരു വ്യക്തി, ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് 2 പേരെ പറയാം. അനുമോൾ വന്നിട്ട്, ഞാൻ ഈ 2 കാര്യം മാത്രം എടുക്കുന്നു ഇതിനകത്ത്. അനുമോൾ വന്നിട്ട് സോറി പറയാനുള്ളത് രേണുവിനോടാണെന്ന് പറഞ്ഞു. കാരണം രേണുവിന് ഹൈജീൻ ഇല്ല എന്നും ആ തലയിലെ പേരിൻ്റെ കാര്യമൊക്കെ ആണ് അനുമോൾ സംസാരിച്ച് ഉദ്ദേശിച്ചത്. അപ്പോൾ രേണു ഓടി വന്നിട്ട്, ഇല്ല മോളെ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അതൊക്കെ അപ്പോൾ തന്നെ വിട്ടു, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇത്രയും നല്ല രീതിക്ക് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു അനുമോളെ വന്ന് ഹഗ് ചെയ്തു. അതങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് അനുമോൾ വളരെ പോസിറ്റീവായിട്ട് ആദിലിന് താങ്ക്സ് പറയാൻ വേണ്ടി, ആദിലും നൂറയും ഇവർ 2 പേരുമാണ് കംപ്ലീറ്റ്ലി അനുമോളുടെ കൂടെ നിന്നത്, ഏത് വിഷമത്തിനും കൂടെ നിന്നതെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി താങ്ക്സ് പറയാൻ വേണ്ടി ആ ഒരു അവസരം ഉപയോഗിച്ചു. പക്ഷേ എൻ്റെ ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു മൈൻഡ് മാറ്റിയത് അവിടെയാണ്. ആദില എന്ന് പറയുന്ന വിഷവിത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ ഷാനവാസുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞ വ്യക്തിയാണ് അനുമോളും ആദിലയും നൂറയും. ഈ ആദില ഇന്ന് വന്നിട്ട് പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്, കുറച്ച് കാര്യങ്ങളുണ്ട്. ആദില സോറി പറയുന്നത് ആരിനോടായിരുന്നു, താങ്ക്സ് പറഞ്ഞത് അനുമോളോടാണ്. അനുമോളോട് താങ്ക്സ് പറഞ്ഞത് എന്തിനൊക്കെ വേണ്ടിയാണ്? പുറത്തിറങ്ങിയാൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാം, 2 എങ്ങനെ മാനിപ്പുലേറ്റഡ് ആവാതിരിക്കാം. അനുമോൾ എന്നെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ആവാതിരിക്കാം എന്ന് അനുമോൾ പഠിപ്പിച്ചു. സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് അനുമോൾ പഠിപ്പിച്ചു. അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങുമ്പോൾ അനുമോളുടെ പുറകെ ഞാൻ പോകുമായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും അനുമോൾ എന്നെ വക വെച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അനുമോളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ആരുടെയും പിന്നാലെ പോകാറില്ല, അത് എൻ്റെ സെൽഫ് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് മീൻസ് അതിൽ അനുമോളിൽ നിന്നാണ് ആ സെൽഫ് റെസ്പെക്ട് പഠിച്ചതെന്നും പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഈ താങ്ക്സ് ആണ് പറയുന്നെങ്കിൽ പോലും കംപ്ലീറ്റ്ലി അനുമോളുടെ കുറ്റപ്പെടുത്തലുകളാണ് അതിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കി എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ്, എന്ത് അർത്ഥമാണ് ഉള്ളത്, എന്ത് നിലപാടാണ് ഈ കുട്ടിക്കുള്ളത്? എനിക്കത് ഒട്ടും ആലോചിച്ച് മനസ്സിലാവില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആദിലയുടെ പ്രവർത്തികൾ കാണുമ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഈ റീ എൻട്രിക്കാർ വന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരെ അങ്ങ് എക്സ്പോസ് ചെയ്തു. ആദിലേനെയും നൂറേനെയും അനുമോളെയും ഒക്കെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്തു. ഇതാണ് ചെയ്തത്. പക്ഷേ അതിനകത്ത് അനുമോളുടെ കാര്യം വന്നപ്പോഴേക്കും എക്സ്പോസ്ഡ് ആയത് ശൈത്യയും ആദിലയും നൂറയാണെന്ന് മാത്രം. അനുമോളുടെ കൂടെ അവരും കൂടി ചേർന്ന് ചെയ്ത കാര്യങ്ങൾ അനുമോളുടെ മാത്രം തലയെ കൊണ്ട് വെച്ചപ്പോൾ അത് ജനങ്ങൾക്കിടയിലേക്ക് നെഗറ്റീവായിട്ട് സ്പ്രെഡായി കംപ്ലീറ്റ്ലി ഇപ്പോൾ എയറിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ ലൈവിൽ നടന്ന ആ ഒരു ടാസ്ക്, അതിനകത്ത് അതിൽ നന്നായിട്ട് അനുമോളെ കുത്തിയിട്ടുണ്ട്. അത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ്ലി വരില്ല എങ്കിൽ പോലും കുറേയൊക്കെ മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.